വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നേരെ തമിഴ്നാട്ടിലേക്ക്. അവിടെ ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലേക്ക് എത്തുന്നു. DMK പ്രവർത്തകരുടെ ആവേശോജ്വലമായ സ്വീകരണമാണ് ഇന്നലെയൊക്കെ കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒടുവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിലേക്ക് എത്തുകയാണ്. ഇന്ന് ബജറ്റ് അവതരണമാണ്. വലിയ ജനപ്രിയ വാഗ്ദാനങ്ങളൊക്കെ ഇന്ന് കൊണ്ടുവരും. ഇന്നിപ്പോൾ സഭയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു, മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം പ്രവർത്തകരുടെ ആവേശഭരിതമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. DMK പ്രവർത്തകർ, DMK നേതാക്കൾ എല്ലാവരും, മുതിർന്ന DMK നേതാക്കളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്, ഉദയനിധി സ്റ്റാലിനോട് ഒപ്പമുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പലപ്പോഴും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പിന്നീട് പൂർവാധികം ശക്തിയായ കരുത്ത് വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. TVKയുടെ ചരിത്രത്തിൽ ഈ അറസ്റ്റ് എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സായ്കുമാറുണ്ട്. സായ്കുമാർ, ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു. ബജറ്റ് അവതരണമാണ്. സഭ പ്രക്ഷുബ്ധമാകാനാണോ സാധ്യത? പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ കണ്ടതിനേക്കാൾ വലിയ നാടകീയതയായിരിക്കും ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ ഇനി അല്പസമയത്തിനകം നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. അങ്ങനെ ഒരു വരവേൽപ്പാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന് തമിഴ്നാട് നിയമസഭാ കവാടം മുതൽ ലഭിക്കുന്നത്. DMK MLA-മാരും പ്രവർത്തകരുമൊക്കെ വലിയ സ്വീകരണമാണ് ഇപ്പോൾ അവരുടെ പ്രതിപക്ഷ നേതാവിന് നൽകുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട് രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് വരികയും ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ, ബജറ്റ് സമ്മേളനമാണ്, ഈ ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയാണ് ഇന്നലത്തെ കസ്റ്റഡി നടപടി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇന്നലെ മുതൽ DMK ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു. ഇന്ന് ആ ഒരു ആവേശത്തോടു കൂടിയാണ് ബജറ്റ് സമ്മേളനത്തിലേക്ക് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ അറസ്റ്റ് നടപടികളിലെ പ്രതിഷേധം സഭയിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യും. കാവേരി വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കും എന്നാണ് ഇന്നലെ രാത്രിയും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. സ്വാഭാവികമായും അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഇന്ന് സഭയിൽ ഉണ്ടാവുക. അതേസമയം TVK സർക്കാർ ആകട്ടെ വനിതകൾക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ തങ്ങളൊരു സന്ദേശം നൽകി, അതാണ് ഇന്നലെ ഉണ്ടായത് എന്ന നിലപാടിലാണ്. അത് പറഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ ഒരു പ്രതിരോധം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു TVK DMK നേർക്കുനേർ ആ പോര് തന്നെയാണ് ഇനി സഭയിലും ഈ അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്ന ഈ നിയമസഭാ സമ്മേളനത്തിലും നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1989-ലും 96-ലും 2001-ലും ഇങ്ങനെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 1989-ലെ അറസ്റ്റിന് ഈ അറസ്റ്റുമായിട്ടൊരു സമയം കൂടിയുണ്ട്. കാരണം അതും ഒരു ബഡ്ജറ്റ് സമ്മേളന കാലയളവായിരുന്നു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന ജയലളിതയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു, കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് സഭ ബഹിഷ്കരിച്ചതും സഭയിൽ വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ബജറ്റൊക്കെ വലിച്ചു കീറി എറിയുന്നുണ്ട് ADMK നേതാക്കൾ. അന്ന് സഭ വിട്ടു പോകുന്ന സമയത്ത് ജയലളിതയുടെ സാരി ആരോ പിടിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദമുണ്ടായി. പിന്നീട് 96-ലാണ് ഇതേ ജയലളിത TV സെറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ വീണ്ടും അറസ്റ്റിലാവുന്നു. വീണ്ടും ശക്തിയോടുകൂടി കരുണാനിധി തിരിച്ചു വരുന്നു. പിന്നീട് ഇതേ ജയലളിത കരുണാനിധി രാത്രി 2:30-ക്ക് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകുന്നു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്.